തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ജെർമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. വിഗ്രഹങ്ങളും ദൈവവും. ഇസ്രായേൽ ഭവനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ടോ സംഭ്രമിക്കരുത്. ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ്. വനത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തന്റെ ഉളി പ്രയോഗിക്കുന്നു. അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു. വീണ് തകരാതിരിക്കാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്. അവയ്ക്ക് സംസാരശേഷിയില്ല. അവയ്ക്ക് തനിയെ നടക്കാനാവില്ല. ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല. കർത്താവെ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങ് വലിയവനാണ്. അങ്ങയുടെ നാമം മഹത്വപൂർണമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ? അങ്ങ് അതിന് അർഹനാണ്. ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അവർ മൂഢന്മാരും വിഡ്ഢികളുമാണ്. അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരകഷ്ണമാണ്. വെള്ളിത്തകിടുകൾ താർഷീസിൽ നിന്നോ സ്വർണം ഊഫാസിൽ നിന്നോ കൊണ്ടുവരുന്നു. ശില്പിയും സ്വർണ്ണപ്പണിക്കാരനും അവ പണിത് ഒരുക്കുന്നു. നീലയും ധ്രുവവുമായ അങ്കി അവയെ അണിയിക്കുന്നു. ഇവയെല്ലാം വിദഗ്ധന്റെ ശില്പങ്ങൾ മാത്രമാണ്. എന്നാൽ കർത്താവാണ് സത്യദൈവം, ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം. അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു. അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല. നീ അവരോട് പറയുക, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിൻ കീഴിൽ നിന്ന് തിരോഭവിക്കും. തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവിനാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്നാണ്. അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽ മഞ്ഞുയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകൾ നിർമ്മിക്കുന്നു. അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു. എല്ലാ മനുഷ്യരും അറിവില്ലാത്ത ഭോഷന്മാരാണ്. സ്വർണ്ണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതവനാകുന്നു. അവന്റെ പ്രതിമകൾ വ്യാജമാണ്. ജീവശ്വാസം അവയിലില്ല. അവ വിലകെട്ടതും അർത്ഥശൂന്യവും അത്രേ. ശിക്ഷാദിനത്തിൽ അവ നശിക്കും. എന്നാൽ യാക്കോബിന്റെ അവകാശമായവൻ ഇങ്ങനെയല്ല. സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ്. ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പ്രവാസം ആസന്നം. ഉപരോധിക്കപ്പെട്ട നഗരമേ, ഭണ്ഡാരം കെട്ടി ഓടിപ്പോകുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ എറിയാൻ പോകുന്നു. അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും. അവർ അതനുഭവിക്കും. ഹാ കഷ്ടം! എനിക്ക് മുറിവേറ്റിരിക്കുന്നു, ദാരുണമായ മുറിവ്. ഞാൻ അത് സഹിച്ചേ മതിയാകൂ. എന്റെ കൂടാരം തകർന്നുപോയി, ചരടുകളെല്ലാം പൊട്ടി. എന്റെ മക്കൾ എന്നെ വിട്ടുപോയി, ആരും അവശേഷിച്ചിട്ടില്ല. എന്റെ കൂടാരം വീണ്ടും പണിയാനും തിരശീല വിരിക്കാനും ആരുമില്ല. ഇടയന്മാരെല്ലാം ഭോഷന്മാരാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല. അവരുടെ അജഗണം ചിതറിപ്പോയിരിക്കുന്നു. ഇതാ ഒരു ആരവം, അത് അടുത്തു വരുന്നു. വടക്കു നിന്നും വലിയ ഇരമ്പൽ. യൂദാ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കന്റെ താവളമാക്കും. കർത്താവെ, മനുഷ്യന്റെ മാർഗങ്ങൾ അവന്റെ നിയന്ത്രണത്തിനല്ലെന്നും നടക്കുന്നവന് തന്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. കർത്താവെ, നീതിപൂർവം എന്നെ തിരുത്തണമേ. എന്നാൽ കോപത്തോടെ അരുതേ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായിപ്പോകും.
അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചൊരിയുക. അവർ യാക്കോബിനെ വിഴുങ്ങിയിരിക്കുന്നു, അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു, അവന്റെ ഭവനം നിർജ്ജനമാക്കി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം. തകർന്ന ഉടമ്പടി. കർത്താവിൽ നിന്ന് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക. അത് യൂദയായിലെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക. നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ. ഈജിപ്തിൽ നിന്ന്, ഇരുമ്പ് ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത്. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കണം, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. കർത്താവേ, അങ്ങനെ ആവട്ടെ. ഞാൻ മറുപടി പറഞ്ഞു, കർത്താവ് എന്നോട് വീണ്ടും അരുളി ചെയ്തു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിൻ എന്ന് യൂദയായിലെയും നഗരങ്ങളിലും ജെറുസലേമിലെ വീഥികളിലും വിളംബരം ചെയ്യുക. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നതു മുതൽ ഇന്നുവരെയും എന്റെ വാക്കനുസരിക്കുക എന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തരും തന്റെ ദുഷ്ടഹൃദയത്തിന്റെ കാഠിന്യവും പേറി നടക്കുന്നു. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു. അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കർത്താവ് വീണ്ടും എന്നോട് അരുൾ ചെയ്തു, യൂദയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു. എന്റെ വാക്കു നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു. അവർ അന്യദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഭവനവും യൂദയ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുൾ ചെയ്യുന്നു, അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അപ്പോൾ യൂദയായിലെ നഗരങ്ങളിലും ജെറുസലേം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുൻപിൽ നിലവിളിക്കും. വിഭസ്തന്തിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. യൂദ, നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു. മ്ലേച്ഛതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറുസലേമിലെ വീഥികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത്. വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എന്റെ പ്രേയസിക്ക് എന്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാകുമോ? നിനക്ക് ഇനി ആഹ്ലാദിക്കാനാവുമോ? തഴച്ചു വളർന്നു ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടരിക്കും, അതിന്റെ കൊമ്പുകൾ അഗ്നിക്കിരയാക്കും. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഭവനവും യൂദയ ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ചു. ബാലിന് ധൂപാർച്ചന അർപ്പിച്ചതുവഴി അവർ എന്നെ രോഷാകുലനാക്കിയിരിക്കുന്നു. ജെറമിയക്കെതിരെ ഗൂഢാലോചന. കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടു കൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവന്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ.
അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്തോത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്. പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ പറയുന്നു. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ ശിക്ഷിക്കും. യുവാക്കൾ വാളിനിരയാകും. അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്ന് മരിക്കും. അവരിൽ ആരും അവശേഷിക്കുകയില്ല. അനാത്തോത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം. ദുഷ്ടന്റെ ഐശ്വര്യം. കർത്താവെ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ. എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട്? അങ്ങ് അവരെ നടുന്നു. അവർ വേര് പിടിച്ച് വളർന്നു ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്. ഹൃദയത്തിലാകട്ടെ അങ്ങയ്ക്ക് സ്ഥാനമില്ല. കർത്താവെ, അങ്ങ് എന്നെ അറിയുന്നു, കാണുന്നു. എൻ്റെ മനസ്സ് അങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു. കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിറക്കണമേ. കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ. എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം? ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. മനുഷ്യനോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? സുരക്ഷിത സ്ഥാനത്ത് കാലിടർന്നുവെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു. പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു. മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത്. പരിത്യക്തമായ ദേശം. എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ അവകാശം കൈവെടിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്ക് അവകാശമായ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. കഴുകന്മാർ ചുറ്റുവളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം? വന്യമൃഗങ്ങളെ, അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവിൻ. അനേകം ഇടയന്മാരോടുകൂടെ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു. എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കി തീർത്തിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കി. ശൂന്യാവസ്ഥയിൽ അത് എന്നോട് വിലപിക്കുന്നു. ദേശം മുഴുവൻ പരിത്യക്താവസ്ഥയിലാണ്. ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല. മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളിലെല്ലാം വിനാശകൻ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിന്റെ വാൾ മരണം വിതയ്ക്കുന്നു. ഒരു ജീവിക്കും സമാധാനമില്ല. അവർ ധാന്യം വിതച്ചു, മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നും ഉണ്ടായില്ല. കർത്താവിന്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശമായി തീർന്ന മേൽ എൻ്റെ ജനമായ ഇസ്രായേലിനു ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് അരുൾ ചെയ്യുന്നു. അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും. അവരുടെ കയ്യിൽ നിന്ന് യൂദാഭവനത്തെ ഞാൻ പറിച്ചെടുക്കും. അവരെ പിഴുതെടുത്തതിനു ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും. ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലെത്തിക്കും. ദേശത്തേക്കും ഞാൻ തിരികെ കൊണ്ടുവരും. ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും ഞാൻ തിരികെ കൊണ്ടുവരും. ബാലിന്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവനിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിന്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിന്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാനിടവരും. എന്നാൽ എന്തെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ
എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുതു നശിപ്പിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം. അരക്കച്ചയും തോൽക്കുടവും. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ പോയി ഒരു ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് അരയിൽ ചുറ്റുക. അത് വെള്ളത്തിൽ മുക്കരുത്. കർത്താവിന്റെ വാക്കനുസരിച്ച് ഞാൻ ഒരു ചണവസ്ത്രം വാങ്ങി ഉടുത്തു. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, നീ വാങ്ങി ഉടുത്ത വസ്ത്രം യൂഫ്രട്ടീസ് തീരത്ത് കൊണ്ടുപോയി അവിടെ ഒരു പാറയിടുക്കിൽ ഒളിച്ചു വെക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഞാൻ അത് യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒളിച്ചു വെച്ചു. അനേക ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് എന്നോട് അരുൾ ചെയ്തു, നീ യൂഫ്രട്ടീസ് തീരത്ത് ചെന്ന് എന്റെ കൽപ്പന പ്രകാരം ഒളിച്ചു വച്ചിരിക്കുന്ന അരക്കച്ച അവിടെ നിന്ന് എടുക്കുക. ഞാൻ അവിടെ ചെന്ന് അരക്കച്ച ഒളിച്ചു വച്ചിരുന്ന സ്ഥലം കുഴിച്ച് അത് പുറത്തെടുത്തു. ആ വസ്ത്രം ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുൾ ചെയ്തു, യൂദയായുടെ അഹങ്കാരത്തെയും യെരുസലേമിന്റെ ഔദത്യത്തെയും ഞാൻ ഇതേ വിധം നശിപ്പിക്കും. എന്റെ വാക്കു കേൾക്കാതെ തന്നിഷ്ടപ്രകാരം നടക്കുകയും അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഈ ദുഷ്ടജനത ഒന്നിനും കൊള്ളാത്ത ഈ അരക്കച്ച പോലെ ആയിത്തീരും. അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്നു ഞാൻ ആഗ്രഹിച്ചു. ഇത് അവർ എന്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു. എന്നാൽ അവർ അത് കൂട്ടാക്കിയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ അവരോട് പറയണം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കൂ. അവർ നിന്നോട് ചോദിക്കും, എല്ലാ ഭരണികളിലും വീഞ്ഞു നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതല്ലേ? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ദേശവാസികളെ, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ജെറുസലേം നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. എന്നിട്ട് ഞാൻ ഒരുവനെ എടുത്തു മറ്റൊരുവന്റെ മേൽ അടിക്കും. പിതാക്കന്മാരെയും മക്കളുടെയും ഒന്നുപോലെ ഞാൻ ആരോടും കരുണ കാണിക്കുകയില്ല. ഒരുവനെയും വെറുതെ വിടുകയില്ല. എല്ലാവരും നിർദ്ദയം നശിപ്പിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു. ജെറുസലേമിന് മുന്നറിയിപ്പ്. നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്. കർത്താവാണ് അരുൾ ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിനു മുൻപ് നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിനു മുൻപ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും ലഭിക്കുക. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. കർത്താവിന്റെ അജഗണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകയാൽ ഞാൻ ഉള്ളുരുകി കരയും. കണ്ണുനീർ ധാരധാരയായി ഒഴുകും. രാജാവിനോടും രാജമാതാവിനോടും പറയുക, സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുക. നിങ്ങളുടെ മഹത്തായ കിരീടം നിങ്ങളുടെ ശിരസിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. നെഗേബിലെ നഗരങ്ങൾ ഉപരോധിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കാൻ ആരുമില്ല. യൂദ നാടുകടത്തപ്പെടുന്നു. സകലരെയും അടിമകളായി കൊണ്ടുപോകുന്നു. നീ കണ്ണുകൾ ഉയർത്തി വടക്ക് നിന്ന് വരുന്നവരെ കാണുക. നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻപറ്റം, നിന്റെ മനോഹരമായ അജഗണം എവിടെ? സുഹൃത്തുക്കൾ എന്ന് കരുതിയിരുന്നവർ നിന്നെ തോൽപ്പിച്ച് നിന്റെ മേൽ ഭരണം നടത്തുമ്പോൾ നീ എന്തു പറയും? ഈറ്റുനോവടുത്തവളെ പോലെ നീ വേദനയാൽ പുളയുകയില്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നു നീ ആത്മകഥം ചെയ്യുന്നുണ്ടാവാം. നിന്റെ തിന്മകളുടെ ആധിക്യ നിമിത്തമാണ് അവർ വസ്ത്രമുരിഞ്ഞു നിന്നെ ബലാത്കാരം ചെയ്തത്. എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റിൽ പതിരെന്ന പോലെ നിങ്ങളെ ഞാൻ ചിതറിക്കും. നിനക്കായി ഞാൻ അളന്നു വെച്ചിരിക്കുന്ന ഓഹരി ഇതാണ്. എന്തെന്നാൽ നീ എന്നെ
മറക്കുകയും നുണകളിൽ വിശ്വസിക്കുകയും ചെയ്തു. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ തന്നെ നിന്റെ ഉടുതുണി ഉരിഞ്ഞു മാറ്റും, നിന്റെ നഗ്നത വെളിവാക്കപ്പെടും. നിന്റെ മ്ലേച്ഛതകളും വ്യഭിചാരങ്ങളും വിഷയാസക്തിയോടെ സീൽക്കാരവും കാമാനന്ദമായ വേശ്യാവൃത്തികളും നാട്ടിൻപുറത്തും മലകളിലും ഞാൻ കണ്ടു. ജെറുസലേമേ, നിനക്ക് ദുരിതം! എന്നാണ് നീ ശുദ്ധിയാകുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.